27 വർഷത്തിൻ്റെ ഇടയിൽ ഒരു രൂപ പോലും കേരള ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതുതന്നെ ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. ഒരു കാരണവശാലും ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് മേടിക്കുക, അംഗീകാരങ്ങൾ മേടിക്കുക, പക്ഷേ ഒരു രൂപ മേടിക്കരുത്. അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴുള്ളത് 100-ലധികം സ്ഥാപനങ്ങൾ, 100-ലധികം പദ്ധതികൾ, പ്ലസ് 300 ജീവനക്കാർ. ഇതെല്ലാം പെയ്ഡ് ജീവനക്കാരാണ്. അതിലാരും തന്നെ സേവനത്തിൻ്റെ ഉള്ളതില്ല. സേവനം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് നടത്തുന്നത്. ഇവിടെ എത്തി സായിഗ്രാമം. ഇന്ത്യയിലെ 4ാമത്തെ വലിയ NGO, കേരളത്തിലെ 1ാമത്തെ വലിയ NGO ആയി ഇപ്പോൾ മാറി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കഥ തീരുമ്പോൾ പറയാനുള്ളത്. സായിഗ്രാമത്തിൽ ഏകദേശം 40ഓളം പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം മോണ്ടസോറി മുതൽ IAS അക്കാഡമി വരെയുണ്ട്. IAS അക്കാഡമിയുടെ ചെയർമാൻ ജയകുമാർ IAS ആണ്, ജയകുമാർ സാറാണ്. ഇവിടെയൊന്നും ക്യാഷ് കൗണ്ടറില്ല. 7-8 ക്ഷേത്രമുണ്ട്, അവിടെ വഴിപാട് രസീതുമില്ല, ഭണ്ഡാരവുമില്ല. ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് ഭഗവാൻ സത്യസായി ബാബയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഏകദേശം 2.5 ലക്ഷം ആളുകളുടെ പിന്തുണയോടുകൂടി, സഹായത്തോടുകൂടി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രസ്ഥാനം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 2.5 ലക്ഷം ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്താൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു മെമ്പർഷിപ്പുള്ളൊരു പ്രസ്ഥാനമായി മാറി. പക്ഷേ മെമ്പർഷിപ്പ് ഞങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷേ 2.5 ലക്ഷം